വളരെ കൃത്യമായി തന്നെ മോദി തന്റെ പ്രസംഗത്തിൽ എണ്ണിപ്പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്ക് നേർ മിസൈൽ ആക്രമണം നടത്തി, പക്ഷെ ഒന്നുപോലും ഞങ്ങളുടെ ഭൂമിയിൽ വീണില്ല. എന്നാൽ നിങ്ങളുടെ താവളങ്ങൾ ഓരോന്നായി ഞങ്ങൾ തച്ചുടച്ചു. ഭീകരതയ്ക്കെതിരെയാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത്. ആ ഭീകരതയെ സ്പോൺസർ ചെയ്യുന്ന പാകിസ്ഥാൻ എന്ന രാജ്യത്തോടും ഞങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ല. ഇനി ഒരിക്കൽ കൂടി ഇന്ത്യയുടെ ഹൃദയം തകർക്കാൻ ശ്രമിച്ചാൽ, ഇന്ത്യയിൽ ഭീകരാക്രമണം എന്ന് പറഞ്ഞ് നിങ്ങൾ പരിശീലിപ്പിച്ചു വിടുന്ന വിവരം കെട്ടവർ ഇറങ്ങി പുറപ്പെട്ടാൽ പിന്നെ പാകിസ്ഥാൻ ബാക്കി ഉണ്ടാവില്ല. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ നിലയ്ക്ക് നിർത്താൻ ഇന്ത്യക്ക് അറിയാം. ഞങ്ങൾ നിങ്ങളെ ഗൗനിക്കാറേയില്ല. പക്ഷേ നിങ്ങൾ വെറുതെ വന്ന് ഞങ്ങളുടെ സമാധാനം കെടുത്താൻ ഇറങ്ങിയാൽ, നിരപരാധികളായി ഞങ്ങളുടെ പൗരന്മാരുടെ ജീവൻ എടുത്താൽ ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് ശക്തമായ മുന്നറിയിപ്പ് നൽകി. പാകിസ്ഥാനെ ഞങ്ങൾ നശിപ്പിക്കും എന്നാണ് മോദി പറഞ്ഞത്. വി വിൽ ഡിസ്ട്രോയ്. ആ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത്. പാകിസ്ഥാനുള്ള കൃത്യമായ മുന്നറിയിപ്പ്. ചെയ്തത് ചെയ്തു, അതിന് ഞങ്ങൾ കൃത്യമായ മറുപടി നൽകി. നിങ്ങൾക്കിത് മനസ്സിലായി കാണും. ഞങ്ങളുടെ സേനയുടെ ശക്തി, നിങ്ങളുടെ സേനയുടെ ദൗർബല്യം. നിങ്ങളുടെ പ്രതിരോധ കോട്ട തകർക്കാൻ ഞങ്ങളുടെ മിസൈലുകൾക്ക് കഴിയും. ഞങ്ങളുടെ പ്രതിരോധ കോട്ടയ്ക്ക് മുമ്പിൽ കത്തിച്ചാമ്പലാവാനാണ് നിങ്ങളുടെ മിസൈലുകളുടെ വിധി. അതുകൊണ്ട് പറയുന്നു, ഇനി സർവനാശത്തിന് തയ്യാറായി മാത്രമേ ഇങ്ങോട്ട് വരാവൂ. ശക്തമായ താക്കീതാണ് മോദി നൽകിയത്. പലതവണയാണ് മോദി സൈനികർക്ക് മുമ്പിൽ വെച്ച് ഭാരത് മാതാ കി ജയ് വിളിച്ചത്. സൈനികർ അത് ഏറ്റുവാങ്ങി. എന്നിട്ട് മോദി പറഞ്ഞു, ഭാരത് മാതാ കി ജയ് എന്നത് കേവലം ഒരു മുദ്രാവാക്യം മാത്രമല്ല, അതൊരു ദൃഢപ്രതിജ്ഞയാണ്, സത്യപ്രതിജ്ഞയാണ്. ഭാരത മാതാവിനെ സംരക്ഷിക്കാൻ ജീവൻ കൊടുക്കാനും തയ്യാറാണ് എന്ന ദൃഢപ്രതിജ്ഞ. മോദിയുടെ വാക്കുകൾ ആരവത്തോടെയാണ് സൈനികർ ഏറ്റുവാങ്ങിയത്. അവർക്ക് ആവേശത്തോടെ ഉറക്കെ ഉറക്കെ വിളിച്ചു, ഭാരത് മാതാ കി ജയ് എന്ന്. സൈന്യത്തിന്റെ മുദ്രാവാക്യം കേട്ട് ഓരോ ഇന്ത്യക്കാരനും സിരകളിലൂടെ ചോര കുതിച്ചൊഴുകി. ഓരോ ഇന്ത്യക്കാരന്റെയും രോമം എണീറ്റ് നിന്നു. അത്ര ആവേശകരമായിരുന്നു ഭാരത് മാതാ കി ജയ് എന്ന വിളി.